പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് പാണ്ഡവൻ പാറ. വനവാസകാലത്ത് പാണ്ഡവർ ഒളിവിൽ കഴിഞ്ഞ സ്ഥലം. ചെങ്ങന്നൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 800 മീറ്റർ തെക്ക് മാറിയും സ്ഥിതി ചെയ്യുന്നു. സഞ്ചാരികളുടെ മനം കവരുന്ന ദൃശ്യ സൗന്ദര്യത്തോടു കൂടിയ കരിമ്പാറക്കൂട്ടം പാണ്ഡവൻ പാറ. പാണ്ഡവർ ഒളിച്ചു താമസിച്ചതിൻ്റെ ചില അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ചെണ്ടപ്പാറ, മദ്ദളപ്പാറ, തവളപ്പാറ, ഭീമൻ്റെ കാൽപ്പാട്, പാണ്ഡവർ കിടന്നുറങ്ങിയ സ്ഥലം, ഭീമൻ എടുത്തു വെച്ച ഒരു വശം മാത്രം തറയിൽ ഉറച്ചു നിൽക്കുന്ന പടിപ്പുരക്കല്ല്, ഇവയൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും. മരങ്ങളെല്ലാം തന്നെ പാറയുടെ മുകളിൽ കിളിർത്തു നിൽക്കുന്ന ഒരത്ഭുതവും നമുക്കിവിടെ കാണുവാൻ കഴിയും. കാറ്റും മഴയും അതിജീവിച്ച് കാവൽക്കാരനെ പോലെ നിൽക്കുന്ന ഒരു വലിയ പാറ. 1.5 ഏക്കറോളം സ്ഥലത്താണ് ഈ വലിയ കരിമ്പാറക്കൂട്ടം നിൽക്കുന്നത്. വിനോദസഞ്ചാരികളുടെ മനം കവരുന്ന ദൃശ്യ സൗന്ദര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ പാറക്കൂട്ടത്തിന് മുകളിൽ നിന്ന് തെക്ക് കിഴക്കായി നോക്കിയാൽ നമുക്ക് നൂറ്റാൻപാറയും കാണുവാൻ കഴിയും. പ്രകൃതി നമുക്കായി കരുതി വെച്ച ദൃശ്യവിസ്മയം. ഇതിനോട് ചേർന്ന് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും നമുക്ക് കാണുവാൻ കഴിയും. മകരമാസത്തിലെ രോഹിണി നാളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. തൊട്ടടുത്തായി ഒരു നാഗരാജ ക്ഷേത്രവും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഉറവ പറ്റാത്ത ഒരു കുളവും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രം KPMSൻ്റെ അധീനതയിൽ ഉള്ളതാണെങ്കിലും സകല ജാതി മതസ്ഥരും ഇവിടെ എത്തി ആഗ്രഹ സാഫല്യത്തിനായി നേർച്ചകൾ നടത്തി ആഗ്രഹം സാധിച്ച് മടങ്ങുന്നു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ചെങ്ങന്നൂരിലെ പാണ്ഡവൻ പാറയിലെ ദൃശ്യവിസ്മയം അതൊന്ന് വേറെ തന്നെയാണ്. അത് വന്ന് കാണുക തന്നെ വേണം.
വനവാസ സമയത്ത് ഒളിച്ചിരുന്ന സ്ഥലമാണ്. അതങ്ങനെ പാണ്ഡവൻ പറഞ്ഞ് പേര് കേട്ടത്. പിന്നെ കിഴക്ക് ഭാഗം നൂറ്റമ്പാറ പാണ്ഡവൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് അങ്ങനെ വനവാസം ഒളിച്ചിരുന്ന് അങ്ങനെ ആദ്യം ശ്രീകൃഷ്ണനെ ഭഗവാന് പാണ്ഡവർ 5 പേരും ഇവിടെ വഹിച്ച് അങ്ങനെ പാണ്ഡവർ ചരിത്രങ്ങളൊക്കെ മദ്ദളപ്പാറയും താമരപ്പാറ, ഭീമൻ കിടന്ന ഇരുന്ന കശാരപ്പാറ, താമര അങ്ങനെ പിന്നെ പാഞ്ചാലിക്കുളം അങ്ങനെ ചരിത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഭീമൻ്റെ കാൽപ്പാട് ഇതിൻ്റെ അങ്ങേ മറു സൈഡിൽ. പിന്നെ അപ്പുറത്ത് നിലവറ കുഴിയുണ്ട്, മദ്ദളപ്പാറ, പിന്നെ മുതലപ്പാറ, അങ്ങനെ നിലവറക്കുഴി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള. അങ്ങനെ ഇവിടെ ആദ്യ കാലങ്ങളിൽ ശിവനിവിടെ പ്രതിഷ്ഠപ്പെട്ടു അങ്ങനെ അങ്ങനെ പഞ്ചാബിനുകാർ കൊണ്ടൊരു സ്ഥലമാണിത്. ഇപ്പോൾ ഇത് എൻ്റെ തലമുറയുടെ 3ാമത്തെ തലമുറയാണ് ഇപ്പോൾ ഇത്. ആദ്യകാലങ്ങളിൽ ചെറിയ അമ്പലങ്ങളായിരുന്നു. പിന്നീട് അത് വളർന്ന് ഇപ്പം ഇത്ര ആയി. ഭഗവാനാണ് സാന്നിധ്യം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് രാവിലെ നിർമ്മാലയം കഴിഞ്ഞാണ് നെയ്തി കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ 9:30 ആകുമ്പം ഭഗവാന് പാൽപ്പായസം, അവന് ഉപദേവകൾക്ക് ഗണപതി ഭഗവാന് അവർക്കെല്ലാം പാൽപ്പായസം, പഞ്ചപാണ്ഡവര്, ബ്രഹ്മസസ്, പിന്നെ ശിവന്, യക്ഷിയമ്മ, അപ്പുറത്ത് സൈഡിൽ നാട്ടിലെ വല്യച്ഛന്, അങ്ങനെ നാഗരാജാവ്, നാഗവല്യച്ഛൻ, അങ്ങനെ ഉപദേവകളൊക്കെ ഒരുപാട് അങ്ങനെ ഉണ്ട്. ഉത്സവം മകരമാസ രോഹിണിക്ക് കൊടി കയറി 10 ദിവസത്തെ ഉത്സവം. വായനയും മറ്റു കാര്യങ്ങളും ഭയങ്കര പരിപാടികളുണ്ട്. അങ്ങനെ 10ാം ദിവസം ഉത്സവം സമാപിക്കും, അത്തത്തിന് സമാപിക്കും.